ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബേബീസിൻ്റെ ഒരു വാർഡ്രോബിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബേബീസിൻ്റെ വാർഡ്രോബ് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ടാവും. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഇതിൽ വന്നിട്ട് നമുക്ക് ബേബീസിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ നമുക്ക് വെക്കാം. ഞാൻ വന്നിട്ട് സ്നാപ്ഡീലിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 600 സംതിങ് രൂപയായിരുന്നു. പലതരത്തിലെ വാർഡ്രോബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർഡ്രോബ്സ് വന്നിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ വാർഡ്രോബിൽ വന്നിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഡെയിലി യൂസ് സാധനങ്ങളും അല്ലാത്തയും എല്ലാം നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. ഒരുപാട് സ്പേസ് ഉണ്ട്, നല്ലതാണ്. ഇത് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഒരു ക്ലോത്ത് ടൈപ്പാണ് കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എടുത്ത് വാഷ് ചെയ്യുകയും എല്ലാം ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിപ്പ് വന്നിട്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഉള്ള കാര്യങ്ങൾ നോക്കാം. ഇത് വന്നിട്ട് ഈ ഒരു ഫ്രണ്ടിലുള്ള ക്ലോത്ത് വന്നിട്ട് നമുക്ക് ചുരുട്ടിയിട്ട് ഇവിടെ ഹാങ് ചെയ്ത് വെക്കാം. ചുരുട്ടിയിട്ട് നമുക്കിവിടെ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഷെൽഫിൽ ഈ വാർഡ്രോബിൽ വന്നിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വന്നിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വന്നിട്ട് 6 റാക്സ് ആണുള്ളത്. ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് അടിയിൽ വന്നിട്ട് ഒരു ഹാൻഡ് ബാഗാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ ബേബീസിൻ്റെ പഴയ വേണ്ടാതായ ഡ്രസ്സസ്, അതുപോലെ പാമ്പേഴ്സല്ല പഴയ യൂസ് ചെയ്യാത്ത വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഡയപ്പേഴ്സ്, അതുപോലെ വേണ്ടാത്ത പഴയതായ ഡ്രസ്സസ്, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. ഏറ്റവും അടിയിലെ റാക്കിൽ മേലെ വന്നിട്ട് കുറച്ച് ബെഡ്ഷീറ്റ്സാണ്. ഇപ്പോൾ ഡെയിലി യൂസിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഡ്ഷീറ്റാണ് വെച്ചിട്ടുള്ളത്. ബെഡ്ഷീറ്റും തലേണാസും. പിന്നെ ഇത് വന്നിട്ട് ബേബീസിൻ്റെ മൂത്രമാവാണ്ടിരിക്കാനുള്ളൊക്കെ കുറച്ച് തുണികൾ, അതുപോലെ തന്നെ കോട്ടൺ ടൈപ്പ് സ്പ്രെഡ് ആവാതിരിക്കാനുള്ള ഒരു ക്ലോത്ത്, അതുപോലെ കുറച്ച് വേണ്ട തുണികൾ, ഷട്ടർ, അതൊക്കെയാണ് വെച്ചിട്ടുള്ള രണ്ടാമത്തേൽ. മൂന്നാമത്തേൽ വന്നിട്ട് ബേബീസിൻ്റെ കുറച്ച് ടർക്കീസ്, ഷട്ടർ, അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തെ ഇതിൽ വന്നിട്ട് ബേബീസിൻ്റെ തൊട്ടിൽ അഴിച്ച് മടക്കി വെച്ചതാണ് ഈ കാണുന്നത്. ദെൻ അടുത്ത റാക്കിൽ വന്നിട്ട് ബേബീസിൻ്റെ കുറച്ച് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സസ്സാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെല്ലാം ഇനിയും സ്പേസ് ഉണ്ട് വയ്ക്കാൻ. ഇവിടെ എല്ലാം സ്പേസ് ഇനിയും ഉണ്ട്. പിന്നെ സ്പേസെല്ലാം കണ്ട ഇവിടെ എല്ലാം ഇനിയും വെക്കാം. അടുത്ത റാക്കിൽ വന്നിട്ട് ബേബീസിൻ്റെ കുറച്ച്
കൺമഷി, പൗഡർ, ഓയിൽസ്, ഷാമ്പൂസ് ഇതെല്ലാമാണ് ഈ ബോക്സിലുള്ള ഡെയിലി യൂസിന് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഐറ്റംസുകളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മരുന്നുകൾ, ഇപ്പോൾ യൂസ് ചെയ്താനുള്ള മരുന്നുകൾ, ഇതും കുറച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അടുത്ത ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ റാക്കിൽ ഇത്രയും സ്പേസ് ഇനിയും കാലിയാണ്. ഇതിൻ്റെ അകത്ത് ഇനിയും ഡ്രസ്സസ് വെക്കാം. പിന്നെ ഏറ്റവും മുകളിലത്തെ റാക്കിൽ വന്നിട്ട് ഞാൻ ഒരു ബേബീസിൻ്റെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് മോൻ കളിക്കാൻ യൂസാക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഈ ബാഗ് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് വെച്ചാൽ ബാഗ് ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ബാഗ് ഞാൻ അതിൻ്റെ മേലെയുള്ള ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ബേബി വാർഡ്രോബിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു പോക്കറ്റ് ഉണ്ട്. അതിൽ വന്നിട്ട് ബേബീൻ്റെ തൊപ്പി, ഷോക്സ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഡ്രസ്സിലാവാണ്ടിരിക്കാനുള്ള ക്ലോത്ത്സ്, അങ്ങനെ ചെറിയ ചെറിയ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഈ ഒരു പോക്കറ്റിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇതൊരു തലയണയാണ്. സ്പേസ് ഇല്ലാത്ത കാരണം ഈ തലയണയും കൂടെ ആ വാർഡ്രോബിൻ്റെ മുകളിലാണ് ഞാൻ വയ്ക്കാറ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.